ദീപ് ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ തെളിവെടുപ്പുമായി പലയിടങ്ങളിൽ വേടനുമായി സഞ്ചരിച്ചിരുന്നു. അതായത് ഫ്ളാറ്റിൽ പോയി, പിന്നീട് വേടന്റെ തൃശ്ശൂരിലെ വീട്ടിലൊക്കെ പോയി. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ അതിൽ കണ്ടെത്തുകയുണ്ടായോ? അങ്ങനെ എന്തെങ്കിലും കോടതിയിൽ സമർപ്പിക്കാൻ വനവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് കോടതിയിൽ നടന്നത്? തെളിവെടുപ്പ് ഇന്ന് രാവിലെ തന്നെ പൂർത്തിയായിരുന്നു. അതേസമയം ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അതിന് വയ്ക്കുന്ന ഏതൊരു ഉപാധിയും അനുസരിക്കാനും അംഗീകരിക്കാനും താൻ തയ്യാറാണ് എന്നാണ് വേടൻ കോടതിയെ അറിയിച്ചത്. ഇക്കാര്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല, വേടന് മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതും ജാമ്യം ലഭിക്കാൻ തുണയായി. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇവിടെ വന്യജീവികളുടെ നഖമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ശരീര ഭാഗങ്ങളോ പല്ലോ വിൽപ്പന നടത്തിയതായോ വിൽപ്പന വാങ്ങൽ നടത്തിയതായും യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല. ഈ മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ച്, അതായത് പുലി പല്ല് വിൽപ്പന അല്ലെങ്കിൽ വാങ്ങൽ നടത്തിയതിന് തെളിവില്ല. മറ്റൊന്ന്, ഏത് ജാമ്യ വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു. മൂന്നാമതായി, ഇത്തരം കേസുകൾ സംബന്ധിച്ച് വേടന് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും കോടതി കണക്കിലെടുത്തു. ഈ മൂന്ന് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മറ്റ് ജാമ്യത്തിന്മേലുള്ള ഉപാധികൾ എന്തൊക്കെയാണ് എന്നത് ജാമ്യ ഉത്തരവ് പുറത്തു എങ്കിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം മനഃപൂർവ്വം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു വേടന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. മാത്രവുമല്ല, ഒരു പരിപാടിക്ക് പോകാൻ പരിശീലനം അന്തിമഘട്ടത്തിൽ നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ പിടിയിലാകുന്നത്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻകാല കുറ്റകൃത്യങ്ങളുടെ ചരിത്രമൊന്നും വേടനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യ വ്യവസ്ഥകൾ